ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. സുപ്രീം കോടതിയാണ് വിധി പറയുക. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവുകൾക്കെതിരെയാണ് അപ്പീലുകൾ. പ്രതികൾ കസ്റ്റഡിയിൽ ആയിട്ട് 5 വർഷത്തിലേറെയായി. 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഇന്ന് കോടതിയിലേക്ക് കേസെത്തുമ്പോൾ പ്രതികളുടെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഒപ്പം എപ്പോഴാണ് വിധി പ്രസ്താവന? അശ്വതി, ഇന്നത്തെ വിധി എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് മാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ച് UAPA എന്ന് പറയുന്ന നിയമത്തെ സംബന്ധിച്ച് തന്നെ വളരെ നിർണായകമായ വിധിയായിരിക്കും വരിക. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണോ അതോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണോ പ്രാധാന്യം, അതുപോലെ ഒരു UAPA എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ ആളുകളെ വർഷങ്ങളോളം ജയിലിടുന്നതിൽ എന്താണ് കോടതിയുടെ നിരീക്ഷണം എന്നതുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിധിയാണ് വരാനിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ രാജ്യ തലസ്ഥാനത്ത് നടന്ന കലാപത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകളെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. അവരുടെ FIR, അവരുടെ കുറ്റപത്രം അങ്ങനെയാണ്. ഈ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കലാപമാണ് രാജ്യത്തുണ്ടായത്. രാജ്യത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. 2020 സെപ്റ്റംബർ മുതൽ ഈ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾ ജയിലിലാണ്. അന്ന് മുതൽ തന്നെ ഇവർക്ക് UAPA കുറ്റം ചുമത്തിയിരുന്നു. അതിനുശേഷം ഇവർ ഓരോ തവണയും ജയിലിൽ കോടതിയിൽ ജാമ്യത്തിനായി പോകുമ്പോഴെല്ലാം അവിടെ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് അവസാനം 2023 ഡൽഹി ഹൈക്കോർട്ടും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി. പിന്നാലെ വലിയ രീതിയിൽ സുപ്രീം കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നു. അങ്ങനെ കാലങ്ങളോളം വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടതിന് ശേഷം ഇന്ന് കോടതി വിധി പറയുന്നു. ജസ്റ്റിസുമാരായിട്ടുള്ള അരവിന്ദ് കുമാറും NV അഞ്ചാരിയുമാണ് ഈ വാദങ്ങളെല്ലാം കേട്ടത്. ഇവരാണ് ഇന്ന് വിധി പറയുക. ഇതിൽ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫാഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷാദാബ് അഹമ്മദ് എന്നിവരാണ് കേസിൽ വിവിധ ജാമ്യത്തിനായി കഴിഞ്ഞ 5 വർഷമായി വിവിധ കോടതികളിൽ ജാമ്യത്തിനായി കയറി ഇറങ്ങിയത്. അങ്ങനെ അവസാനം ഒടുവിൽ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ വിധി വരുമ്പോൾ അതിൽ ഇവർക്ക് ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം പ്രധാനമാണ്. ഇന്നത്തെ വിധി എന്ന് പറയുന്നത് UAPA നിയമത്തിനെ സംബന്ധിച്ചും വലിയ നിർണായകമായ കാര്യമാണ്. കാരണം 5 വർഷമായി ആളുകളെ ജയിലിലിട്ടിരിക്കുന്നു. ഇങ്ങനെ കാലങ്ങളോളം UAPA ചുമത്തപ്പെട്ട പ്രതികളെ കുറ്റം അവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇത്രയും കാലം ജയിലിൽ കിടക്കുമ്പോൾ അത് ഭാവിയിൽ ഇനി ഇത്തരം കേസുകൾ വരുമ്പോഴും അതിൽ കുറ്റം ചുമത്തപ്പെടുന്നവർക്കും നിർണായകമായിട്ടുള്ള ഒരു വിധി അവരുടെ കാര്യങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയാണ്. അതാണ് അഭിലാഷ് പറഞ്ഞതുപോലെ ഈ 5 വർഷത്തെ നിയമ പോരാട്ടം എന്നതിലുപരി ഇത് രാജ്യാന്തര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര മേഖലകളിലേക്കൊക്കെ വ്യാപിച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കേസ് കൂടിയാണ്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ വിചാരണ പോലും ഇല്ലാതെ തടവറയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇത്രയും നിയമ പോരാട്ടം നടത്തുന്നു. ഈ ഡൽഹി പോലീസിൻ്റെ നടപടിക്രമങ്ങളെ അത് ഏത് രീതിയിലാണ് പറയാൻ സാധിക്കുക? അന്ന് തൊട്ടുള്ള ഒരു പിന്നോട്ട് നോക്കിയാൽ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. അശ്വതി, 2020 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലൊരു കലാപം നടക്കുന്നത്. ആ കലാപത്തിൽ 53 പേർ കൊല്ലപ്പെട്ടു, 700ഓളം പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഫോൺ കോളുകളും ചാറ്റും അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, ആ കലാപവുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെട്ട ആളുകൾ, കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് പിന്നീട് അതിൽ പരിക്കേറ്റ ആളുകൾ, അങ്ങനെ എല്ലാ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കുമ്പോഴാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം എത്തുന്നതും. ഇവർ ഉണ്ടാക്കിയ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതിലെ ചാറ്റുകളടക്കം പോലീസ് പരിശോധിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ ഇതൊരു സാധാരണമായി പെട്ടെന്നൊരു പ്രതിഷേധം എങ്ങനെയോ ഒരു കലാപമായി മാറിയതല്ല, പകരം അത് കൃത്യമായി ക്രാഫ്റ്റ് ചെയ്ത് ഇതിനു മുമ്പേ അതിൻ്റെ പദ്ധതികളെല്ലാം തയ്യാറാക്കി അത് സൃഷ്ടിച്ചെടുത്ത ഒരു കലാപമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം
ഇവരുടെ ഫോണും മറ്റും എല്ലാം പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള വിവരം അല്ലെങ്കിൽ കണ്ടെത്തൽ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അങ്ങനെ അന്ന് ഈ സെപ്റ്റംബർ 2020 അറസ്റ്റിലായിട്ടുള്ള ഈ പ്രതികൾ പിന്നീട് പല തവണ കോടതികളിൽ ജാമ്യത്തിനായി കയറി ഇറങ്ങിയെങ്കിലും ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 2023 ഡൽഹി ഹൈക്കോർട്ടിലേക്ക് ഇവർ ജാമ്യാപേക്ഷയുമായി എത്തുന്നത്. പക്ഷേ ഡൽഹി ഹൈക്കോർട്ടും ഇവർക്ക് ഈ കേസിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇവർ ഈ പ്രതികളായിട്ടുള്ളവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് ഡൽഹി ഹൈക്കോർട്ട് എത്തുന്നു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുന്നു. വലിയ രീതിയിലുള്ള വാദപ്രതിവാദം, നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ രാജ്യാന്തരമായി തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കുറ്റം ചുമത്തപ്പെട്ട മാത്രമേ ഉള്ളൂ, അവരുടെ പേരിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റം തെളിയിക്കപ്പെടാത്ത വ്യക്തികളെ ഇത്രയും കാലം വിചാരണ തടവുകാരായി ജയിലിലിടുന്നത് അത് അനീതിയാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇവരെ പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു പക്ഷവും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ കോടതിക്കകത്തും പുറത്തും ചർച്ചയായ ഒരു കേസാണ്. അതിൻ്റെ വിധിയാണ് ഇന്ന് വരുന്നത്. എന്തായാലും രാജ്യം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. UAPA എന്ന് പറയുന്ന ഒരു നിയമത്തിൽ തന്നെ മാറ്റം വരുമോ, അതിൻ്റെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയാത്ത വ്യവസ്ഥകൾ അതിലുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയുടെ നിരീക്ഷണം വരുമോ, അല്ലെങ്കിൽ UAPA UAPA കുറ്റം ചുമത്തപ്പെട്ട ആളുകൾക്ക് ജാമ്യം നൽകാതിരിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ കോടതി വിധിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UAPA നിയമത്തിനും രാജ്യസുരക്ഷയ്ക്കും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും എങ്ങനെയാണ് ഇന്നത്തെ വിധി ബാധകമാകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അശ്വതി.